നമ്മള് ഫസ്റ്റ് ഒരു 10th വരെ ഒരുമിച്ച് പഠിച്ചല്ലേ. അപ്പം 1ാം ക്ലാസ് തൊട്ടുണ്ട്. അതെ. പക്ഷെ എനിക്കൊരു 3rd സ്റ്റാൻഡേർഡിലൊക്കെ ചെറിയൊരു ഓർമ്മയാണ്, ചെറുതായിട്ട്. വെറുതെ പറയാം. യൂണിഫോം ഒക്കെ ഇട്ട് സ്വീഡനിൽ വന്നിട്ട് നമ്മൾ എവിടേക്കാ പോവാ? ഞാൻ 1-2 സ്ഥലമൊക്കെ കണ്ട് ഗൂഗിൾ മാപ്സിലാക്കി വെച്ചിട്ടുണ്ട്. വെൻ ഐലൻഡ്, പിന്നെ 1-2 കഫേസ്, അത് മാൽമോ അടുത്തുള്ള 1-2 കഫേസ്. പിന്നെ കാൻസി വന്നിട്ട് അവിടെ എവിടെയൊക്കെ പോവാം, അങ്ങനെയൊക്കെ പോവാം. ഒരു മൊമെന്റ് തൊട്ടാണ് ആക്ച്വലി. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് റിപ്പീറ്റ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാം, ഏത് കോളേജ് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് അവിടെ പിന്നെയും 10th കഴിഞ്ഞിട്ട് സംസാരിക്കണം. അപ്പോഴാണ് 11th 12th തേഴ്സ്ഡേ ഒക്കെ വന്നിട്ട് വിളിക്കും. അപ്പൊ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. ബട്ട് അഗെയിൻ ഫ്രണ്ട്സ്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ എനിക്ക് ആരും ഫോണൊന്നും തരണ്ട, ഇങ്ങനെ വിളിക്കായിരുന്നു വീട്ടിൽ നിന്നൊക്കെ. പക്ഷെ പിന്നെ ഞങ്ങളൊരു 3 years മാറിയിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ ആ ഒരു കണക്ഷൻ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ റീകണക്ട് ചെയ്ത സമയത്ത് അത് പെട്ടെന്ന് തന്നെ റിലേഷൻഷിപ്പായി. അതെ, നമ്മളങ്ങനെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണോ ഒന്നും ചോദിച്ചില്ല. ഇതെങ്ങനെ മര്യാദക്ക് എന്നെ കെട്ടിക്കൊണ്ട് എടുക്ക്. ഇവര് തമ്മിലുള്ള ബോണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ് കൊടുക്കുന്നതിൽ ഭയങ്കര ഇതാണ്. ഇപ്പോൾ ദീപുവിൻ്റെ ബർത്ത്ഡേ ഉള്ള സമയത്ത് അഹൽ എന്നെ വിളിച്ചു പറഞ്ഞിട്ട് കേക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവൻ്റെ വീട്ടിൽ കൊണ്ടൊക്കെ കൊടുക്കേണ്ട ഒരു കാര്യം പറയണ്ടേ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇൻസിഡന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അവളെ വീട്ടിൽ പോയി കേക്ക് എടുത്തു, ഇവൻ്റെ വീട്ടിൽ പോയി അങ്ങനെ കൊടുത്തു. അപ്പോൾ വെച്ചാൽ ഇവ ഭയങ്കര സർപ്രൈസ് ആയി. ഇതേപോലെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബോണ്ടാണ് എല്ലാ കാര്യത്തിലും എന്താ പറയുക, ചെറുപ്പം മുതലേ എനിക്ക് തോന്നുന്നു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു എന്താ പറയുക മെയ്ഡ് ഫോർ ഈച്ച് അതർ ഉള്ളൊരു സെറ്റപ്പിലേക്ക് എത്തിയത്. അതെ, ഭയങ്കര എല്ലാ കാര്യങ്ങളും സെറ്റ് അണ്ടർസ്റ്റാൻഡിങ് എക്സ്പെക്ട് ചെയ്തോ? അതല്ലേ, പക്ഷെ ഞാൻ രണ്ടുപേരും എന്ന് പറയുന്നത് എൻ്റെ സ്കൂളിലെ ജൂനിയേഴ്സാണ്. രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ്. ഈ ജൂനിയേഴ്സ് എന്ന് പറയുന്നതിൽ ഉപരി ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ എനിക്ക് അനിയനും അനിയത്തിയും പോലെയാണ്. ലൈക്ക് ബ്രദർ ആൻഡ് സിസ്റ്റർ ഫ്രം അനദർ മദർ എന്ന് പറയാം. ഫ്രണ്ട്സ് ആയതുകൊണ്ട് ലൈക്ക് ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സ് ഇവർക്ക് അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത കാര്യങ്ങളില്ല. അതേപോലെ തന്നെ സ്റ്റിൽ ഗ്രോയിങ് അപ്പ് നിച്ച സ്നേഹത്തോടെ ഉണ്ടാവുക, അങ്ങനെ അതന്നെ. ഇപ്പോൾ ഞാൻ നിങ്ങൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഡേറ്റിലൊക്കെ പോയി. അപ്പോൾ ഇവിടെ ആക്ച്വലി അവിടെ ക്യാമറ വയ്ക്കും പല സമയത്തും. അപ്പോൾ ഞാൻ എടാ നമ്മൾ ഡേറ്റിന് വന്നല്ലേ, നമുക്ക് ഡേറ്റ് ചെയ്യണ്ടേ. ഇവൻ നന്നായിട്ട് ഡാൻസ് കളിക്കും, വേണമെങ്കിൽ ഞങ്ങൾ ഡാൻസ് കളിക്കും. പറയുമ്പം എൻ്റെ വീട്ടിൽ നിന്ന് പറയും, മോളെ അതിനുള്ള പ്രായമായിട്ടില്ല, കുറച്ചും കൂടെ കഴിയട്ടെ, നിങ്ങൾ രണ്ടുപേരും ഒരേ ഏജല്ലേ, നിങ്ങൾ ഒരുമിച്ച് പഠിച്ചല്ലേ, കുറച്ചും കൂടെ മെച്ചോടാണെന്ന് പറയുമ്പോൾ അപ്പം ഇവിടെ പറയുന്നു നമ്മൾ ഭയങ്കര മെച്ചോടാണ്. ഇത് നമ്മൾ എൻഗേജ് ആവാൻ തീരുമാനിച്ച് വീട്ടിലൊക്കെ സംസാരിച്ച് ഒഫീഷ്യലാക്കി. എന്നിട്ട് ഞാൻ സ്വീഡനിൽ പോയി. എന്നിട്ട് ഞാൻ അവിടെ ഒരു മാസം നിന്നു. എന്നിട്ട് അതിൻ്റെ എൻ്റെ അവിടെ പറയാം, എടാ നിനക്ക് എൻഗേജ് ആവാനുള്ള മെച്ചൂരിറ്റി ഒന്നും ആയിട്ടില്ല.
എനിക്ക് ആഹലിൻ്റെ ഒരു ഡ്രീം സെറ്റപ്പ് വെച്ചാൽ കുറച്ചൊരു സ്ലോ ഒരു കൺട്രി സൈഡിലൊരു വീട്, കുറച്ച് വലിയ ലോൺ, അങ്ങനെയൊക്കെയുള്ള ട്വിൻ ബേബീസ് വിത്ത് 2 strollers.